الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ശ്രദ്ധിക്കാനുള്ളത് ജിക്കറക്ക എന്ന് പറയാൻ പാടില്ല. അത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം എന്താണ്, അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയണമെന്നാ. അവിടെ ക എന്ന് പറയാൻ പാടില്ല. എല്ലായിടത്തും അങ്ങനെ തന്നെ. പിന്നെ രണ്ടാമത് തിരുത്താനുള്ളത് പിന്നെ അല്ലതീ അങ്കല, അവിടെ അല്ലതീ നീട്ടണം. അല്ലതീ അങ്കല ആ ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? യഹ്ഫാ ചെയ്യും വേണം. യഹ്ഫാ ചെയ്യും വേണം. അപ്പം എന്തൊക്കെ ഉണ്ട് അവിടെ? അല്ലതീ അങ്കല. പിന്നെ ലഹ്റക്ക് ക എന്ന് പറയാൻ പാടില്ല, ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വറഫഅനാ ലക ദിക്റക്ക് ഫ ഇന്ന, അവിടെ ശ്രദ്ധിക്കാനുള്ള ഫ കഴിഞ്ഞിട്ട് ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഫ ഇന്ന നൂനിനെ ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മഅൽ ഉസ്രി യുസ്റ, രണ്ട് അക്ഷരം വ്യത്യാസമുണ്ട്. ഒന്ന് ഐനാണ്, മറ്റേ യാ ആണ്. മഅൽ ഉസ്രി യുസ്റ. യുസ്റ എത്ര നീട്ടണം? ഒരൊറ്റ ഇത് നീട്ടിയാൽ മതി. ഇങ്ങനെ യുസ്റ, നമ്മൾ റൻ അവിടെ കാണില്ല നിങ്ങൾ? ആ ഒരു വടി എടുത്തിട്ട് ഈ റന്നുള്ള വടി എടുത്തിട്ട് ഇങ്ങോട്ട് നാട്ടി കൊടുക്കുക. വായ്ക്കോൽക്ക് നാട്ട കൊടുക്കും പോലെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ യുസ്റ അങ്ങനെ നീട്ടിയാൽ മതി. അല്ലെ കുറേ നീട്ടാനും പാടില്ല. യുസ്റ എന്ന് പറയും, നീട്ടാൻ പാടില്ല എന്നർത്ഥം. പിന്നെ ഇന്ന മഅൽ ഉസ്രി യുസ്റ, പിന്നെ ഫ കഴിഞ്ഞിട്ട് ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഫഇദാ ഫറഗ്ത ഫൻസബ്, ആ നൂനിന് എന്ത് ചെയ്യണം? യഹ്ഫാ ചെയ്യണം. ഫ കഴിഞ്ഞിട്ട് ഒരു അലിഫ് ഉണ്ടാവും, അതിനെന്തില്ല? ഫൻസബിലെ അലിഫിന് കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. ഫൻസബ്. ഇനി നിങ്ങൾ ഫ കൂട്ടണില്ല, ഇൻസബ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ഈ പറയണം എന്നാ. പിന്നെ വ ഇലാ റബ്ബിക ഫർഗബ്, അവിടെയും ഫ കഴിഞ്ഞിട്ടുള്ള അലിഫിന് എന്തില്ല? ഉച്ചാരണം ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലും തജ്വീദ് സംശയം ഉണ്ടോ? ഏത്? ഒന്നുണ്ട്.
രണ്ടും അതിനൊരു കാരണമുണ്ട്. ഒന്ന് നിങ്ങൾ പറഞ്ഞ് രണ്ടും ഒപ്പരം, ഒന്ന് ഇങ്ങനെ തെറ്റിയിട്ടാണ് വന്നത്. ഇങ്ങനെ ഒപ്പരം വന്നാൽ അത് പിന്നെ അതിൻ്റെ ശേഷം വരുന്ന അക്ഷരം നോക്കി നിങ്ങൾ എന്താ, ഈ അംസയാണ് അല്ലേ, ഈന്നോ ആന്നോ എന്താ കേട്ടോ, അംസയാണ്. അപ്പോൾ ഇങ്ങനെ ഒപ്പരം വന്നാൽ നിങ്ങൾ അവിടെ കൂട്ടി ഓതുമ്പം ഇൽഹാർ ചെയ്യണം എന്ന് കാണിക്കാനാണ് ഈ സിഗ്നൽ വരുന്നത്. രണ്ടും ഒപ്പരം വരുന്ന ഫതഹ്, അത് കെസ്ർ തൻവീനായാലും ഫതഹ് തൻവീനായാലും ഒപ്പരം വരികയാണെങ്കിൽ അത് ഇൽഹാറിനെ കാണിക്കാനുള്ള സിഗ്നലാണ്. നമ്മൾ പച്ചയും ചുവപ്പൊക്കെ നോക്കി പോലേ, അതേപോലെ ഈ സിഗ്നൽ നോക്കിയിട്ട് ഒന്നുക്ക് അവിടെ ഇൽഹാറാണ്, ആ ഇൽഹാറിനെ കാണിക്കാനാണ് രണ്ടും ഒപ്പരം. ഇനി രണ്ടും ഒപ്പരല്ല വരുന്നെങ്കിൽ ഒന്നുക്ക് അത് ഇദ്ഗാമാവും അല്ലെങ്കിൽ യഖ്ഫ ആവും. ഈ രണ്ടാലൊന്നിനാണ് ഇങ്ങനെ ഒപ്പരല്ലാതെ വരിക. ഇനി നിങ്ങൾ ഖുർആനിൽ നോക്കി അവിടെ നിന്ന് കൂട്ടി എഴുതിയൊക്കെയാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന യുസ്റൻ, അവിടെ ആ യുസ്റൻ എന്ന് ഇൽഹാർ ചെയ്യാനാണ് രണ്ടും ഒപ്പരം വരച്ചിട്ട്. ഇനി മറ്റോടത്തോ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫ, അവിടെ ഇഖ്ഫ ചെയ്യണം കേട്ടോ, യുസ്റൻ ഫ. രണ്ടും വ്യത്യാസം, കൂട്ടി ഓതുമ്പോഴേ വ്യത്യാസം വരുന്നുള്ളൂ. വേറെന്തെങ്കിലും ഡൗട്ട്? വേറെന്തെങ്കിലും ഉണ്ടാവും? ഇല്ല, എന്നാ പോവാ. അർത്ഥം പറഞ്ഞോളി. അലം നശ്റഹ് ലക സദ്റക്. അലം നശ്റഹ്, നാം നിനക്ക് വിശാലമാക്കി തന്നില്ലയോ, സദ്റക്, നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ, ഹൃദയ വിശാലത നൽകിയില്ലേ. പിന്നെ പറയുന്നത് വവളഅന അൻക, നാം നിന്നിൽ നിന്ന് ഇറക്കി വെച്ച് തന്നില്ലേ, വിസ്റക്, നിന്റെ ഭാരം നാം ഇറക്കി വെക്കുകയും ചെയ്തില്ലേ. പിന്നെ അല്ലദീ അൻഖള ലഹ്റക്, അല്ലദീ ഒരു തരത്തിലുള്ള ഭാരം, അൻഖള അത് ഞെരുക്കിക്കളഞ്ഞിരുന്നു, ലഹ്റക്ക് നിന്റെ മുതുകിനെ, ലഹ്റ് അറിയണ ഈ ഭാഗം, ഈ ഭാഗം ലഹ്റ് മുതുക്. അപ്പോൾ നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ആ ഭാരത്തെ നാം ഇറക്കി വെച്ച് തന്നില്ലേ. വറഫഅന ലക ദിക്റക്, നാം നിനക്ക് നിന്റെ കീർത്തി ഉയർത്തിത്തരുകയും ചെയ്തില്ലേ. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റിയാണ് ആ ആയത്തിലൂടെ പറയുന്നത്. ഒന്ന്, ഹൃദയവിശാലത. രണ്ട്, ഭാരം, മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ഭാരം ഇറക്കിത്തന്നു. മൂന്നാമത്തത്, നബിയെ താങ്കളുടെ കീർത്തി ഉയർത്തിത്തരികയും ചെയ്തു. ഇവിടെ അലം നശ്റഹ് ലക സദ്റക് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരല്പം പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വവളഅന അൻക വിദ്റക് എന്നാണ്. അപ്പോൾ ഭാരം ഇറക്കി തരാന്നാ, ഹൃദയവിശാലത നൽകില്ലേ, അതോടൊപ്പം ഭാരം ഇറക്കി തന്നില്ലേ. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ, എന്താ അതിന് മറുപടി ആരാ? ഏറ്റവും വലിയ സൗഭാഗ്യവാനായ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാ പറയാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലേ? ആണെന്നാ. എന്താ സൗഭാഗ്യം അളക്കാനുള്ള മാനദണ്ഡം? എന്താ? നബിക്ക് കുറെ സമ്പത്ത് ഉണ്ടായതുകൊണ്ടാ നമ്മൾ ഓൻ വലിയ സൗഭാഗ്യവാനാണ് എന്ന് നമ്മൾ എപ്പോഴാ പറയാ? കണ്ടമാനം സമ്പത്തിന്റെ ഉടമയാവും, കണ്ടമാനം എസ്റ്റേറ്റിന്റെ ഉടമയാവും, അപ്പോഴാണ് ഓൻ സൗഭാഗ്യവാൻ നമ്മൾ പറയാം. അല്ലെങ്കിൽ നമ്മൾ പറയും ഓന് ഉയർന്ന ജോലിയിലാണ്, സ്ഥാനവും മാനവും ഒക്കെ ഉള്ള ആളാണ്, ഓൻ സൗഭാഗ്യവാൻ നമ്മൾ പറയും. അല്ലെങ്കിലോ ഓനൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ നേതാവാണ്, അപ്പോഴും ഓന് സൗഭാഗ്യവാൻ എന്ന് നമ്മൾ പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സ്ഥാനവും മാനവും സമ്പത്തും പ്രശസ്തിയും അതൊക്കെയാണോ സൗഭാഗ്യം എന്ന് പറയുന്നത്? അല്ല. യഥാർത്ഥ സൗഭാഗ്യവാൻ എന്ന് പറയുന്നത് പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴാണ് സൗഭാഗ്യവാനാവുന്നത്. ഒന്ന്, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഹൃദയവിശാലത ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്നാമത്തത് ഹൃദയവിശാലത ലഭിക്കുക എന്നുള്ളതാണ്. കുറേ സമ്പത്തുണ്ടായത് കൊണ്ടോ വലിയ സ്ഥാനത്ത് കുഞ്ചിസ്ഥാനത്ത് ജോലി ചെയ്തത് കൊണ്ടോ ചിലപ്പോൾ ഹൃദയവിശാലത കിട്ടൂല.
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാനം ഉണ്ടായത് കൊണ്ടും ഹൃദയവിശാലത കിട്ടൂല. ഭൂമി ജീവിക്കുമ്പം ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത് അത് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ പിന്നെ സ്വീകരിക്കണമെങ്കിൽ ആ മനുഷ്യൻ എന്ത് വേണം? ഹൃദയവിശാലത വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത മഹാനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് ഹൃദയവിശാലത എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറയുന്നത്. ആ ഹൃദയവിശാലതയെ പറ്റിയാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? ഇവിടെ എടുത്തു പറയുന്നത്. അപ്പം അതാണ് എന്ത്? ഒന്നാമത്തത് ഹൃദയവിശാലത. രണ്ടാമത് അള്ളാഹു തആല പറയുന്നത് വവളഇന അൻക വിദ്റക്, നബിയെ താങ്കളിൽ നിന്ന് ഭാരം, നിന്റെ ഭാരം ഇറക്കി തന്നില്ലേ? ആ ഭാരത്തിന്റെ സ്വഭാവം അല്ലദീ അൻഖള ലഹ്റക്, താങ്കളുടെ മുതുകിനെ ഞെരുക്കി കളഞ്ഞിരുന്ന ഭാരം ഇറക്കി തന്നില്ലെന്നാ. എന്താ ഈ മുതുകിനെ ഞെരുക്കി കളഞ്ഞിരുന്ന ഭാരം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചുമടം കയറ്റി പോവായിരുന്നോ? അല്ല. ആണോ? സാധാരണ നമ്മൾ മുതുകിന് പിന്നെ അൻഖള എന്ന് പറയുന്നത് ഒട്ടകം അത് അമിതമായി ഭാരം കയറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ആയിക്കോട്ടെ, മനുഷ്യൻ അമിതമായ ഭാരം ചുമട് വഹിച്ചു പോകുമ്പോൾ അവൻ്റെ അകത്തളത്തിൽ നിന്നൊരു ശബ്ദം വരാണ്ട്. എന്താണ് ആ ശബ്ദം? അല്ലേ? ഭാരം കയറ്റുന്നവർ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും? ഇപ്പം അതിനൊക്കെ പിന്നെ ആധുനിക സാമഗ്രികളാണ്, അല്ലേ? വാഹനങ്ങളാണ്. എന്നാരും ഭാരം ചുമക്കുണ്ടോ? ഇല്ല. പണ്ട് തേങ്ങാ ചുമടൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ പിന്നെ റസാക്കാക്കൊക്കെ അറിയാൻ മതിയാവും, അല്ലേ? ഇന്ന് ആ സംവിധാനമില്ല. ഒരു ദൂരെ തോട്ടത്തിൽ നിന്ന് വലിയ അങ്ങാടിയിലേക്ക് ചുമടും വഹിച്ചിട്ടാണ് പോവുക. ഈ ചുമട് പിന്നെ കുറേ അടുത്തേക്കുമ്പോൾ ഇറക്കി വെക്കാനുള്ള കുറേ അത്താണികളുണ്ടാവും, അല്ലേ? അത് തേങ്ങ എന്നല്ല, ഏത് സാധനവും എല്ലാം അങ്ങനെ ചുമച്ചിട്ടാണ് ചുമഞ്ഞു കൊണ്ടാണ് പോവുക, അല്ലേ? എന്നാൽ ഇന്നതൊക്കെ എന്തായി? വാഹനങ്ങൾ ഏറ്റെടുത്തു, അല്ലേ? ഒന്ന് പൊറുക്കിയെടുക്കാൻ പോലും ഇപ്പം മനുഷ്യൻ്റെ കൈ ഉപയോഗിക്കുന്നില്ല. അതും വാഹനങ്ങളാണ്, കൃത്രിമ ആയുധങ്ങളാണ് പൊറുക്കിയെടുക്കുന്നത് പോലും, അല്ലേ? ആ രൂപത്തിലായി ഇന്ന്. തേങ്ങ പറിക്കണവും അങ്ങനെ, മനുഷ്യനല്ല, അതും എഞ്ചിനാണ്. അപ്പം ഈ രൂപത്തിൽ, ഞാനൊരു തേങ്ങ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ, ഏത് വസ്തുവായാലും. അപ്പം ഈ രൂപത്തിൽ ആണ് ഇന്ന് മനുഷ്യന് അതറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമട് വഹിക്കുന്നവൻ്റെ ആ മുതുകിന് എന്തുണ്ടാവും? ആ ഭാരം വഹിക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. ചിലപ്പം ആ ഭാരം സഹിക്കവയ്യാതെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇരുന്നു പോവും, മുട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നു പോവും. ഈ അവസ്ഥക്കാണ് അല്ലദീ അൻഖള ലഹ്റക്, നിന്റെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ഭാരം എന്ന് ഭാഷയെ പറയുന്നത്. എന്നാൽ ആ അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കേണ്ടത്. ആ അർത്ഥത്തെക്കാൾ ഒരു ചുമട് വഹിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന ഭാരമാണോ ഏറ്റവും വലിയ പ്രശ്നം? അതല്ല, മനസ്സിൽ താങ്ങാനാവാത്ത ഭാരമാണോ ഏറ്റവും വലിയ പ്രശ്നം? നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാ? മനസ്സിൻ്റെ ഭാരമാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലേ? ചുമട് വഹിച്ചു പോകുമ്പം എന്ത് ചെയ്യാം? തൽക്കാലം അവിടെ കൊണ്ടുപോയി വെക്കാം. മനസ്സിൻ്റെ ഭാരോ അത് സ്റ്റോപ്പ് ഉണ്ടാവില്ല, അല്ലേ? അത് നിർത്തിവെക്കാൻ കഴിയില്ല. അത് നിർത്തണമെങ്കിൽ ശക്തമായ വിശ്വാസത്തിന് മാത്രമേ മനസ്സിൻ്റെ ഭാരത്തെ ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദുനിയാവിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന് പറയുന്നത് എന്താ? ഒരുപാട് പ്രശ്നങ്ങളാണ്. ചെറിയ പ്രശ്നമാണോ? അല്ല. കടുത്ത എതിർപ്പുകൾ രാജ്യത്തിൻ്റെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും കുടുംബക്കാരും മുശ്രിക്കുകളും നാട്ടുകാരായ മുശ്രിക്കുകളും ഒക്കെ ഖുറൈശികളിൽ നിന്നുള്ള കഠോരമായ എതിർപ്പുകൾ, പിന്നെ മാന്യതയ്ക്ക് നിരക്കാത്ത രൂപത്തിലുള്ള ഒരുപാട് പിന്നെ എതിർപ്പിൻ്റെ വാക്കുകൾ, അല്ലേ? ഷായിറാണ്, മജ്നൂനാണ്, ഭ്രാന്തനാണോ അവന്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് മാനസികമായി തകർക്കുന്ന ആ രൂപത്തിലുള്ള ഒരുപാട് എതിർപ്പ്. അപ്പം ഇതിനൊക്കെ തരണം ചെയ്യാൻ, ഇതിനൊക്കെ സഹിക്കണമെങ്കിൽ എന്തു വേണം? ആ വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഹൃദയവിശാലത വേണം. അതാണ് ഇവിടെ പ്രവാചകനെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞിരുന്ന ആ രൂപത്തിലുള്ള ഭാരം എന്ന് പറയും. ഇത് നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ തന്നെയാണ്. നമുക്ക് കുടുംബജീവിതത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രസ്ഥാന ജീവിതത്തിലോ ഒക്കെ സഹിക്കാൻ വയ്യാത്ത ഒരുപാട് എതിർപ്പുകൾ ചിലപ്പോൾ ആളുകൾ ഏൽക്കേണ്ടി വരും. കുടുംബത്തിൽ നിന്ന് തന്നെ ഏൽക്കേണ്ടി വരും. ഒരു പിതാവ് ആലോചിച്ച് നോക്കേണ്ടി നിങ്ങൾ, അല്ലേ? ഒരു രക്ഷിതാവ് കുടുംബത്തിൽ നിന്ന് തന്നെ ഏൽക്കേണ്ടി വരും. പിന്നെ ഒരു നാടിൻ്റെ നേതാവാണെങ്കിൽ ആ നാട്ടുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വരും.
അല്ലേ? ഒരു പ്രസ്ഥാനത്തിൻ്റെതോ ഒരു രാജ്യത്തിൻ്റെതോ ഒരു പഞ്ചായത്തിൻ്റെതോ ഒക്കെ ആകുമ്പോൾ അവരിന്നൊക്കെ ഏൽക്കേണ്ടി വരും. ഇതൊക്കെ സഹിക്കാനുള്ള അത് വേണമെങ്കിൽ എന്ത് വേണം? ഹൃദയവിശാലത വേണം. ആ ഹൃദയവിശാലത ലഭിക്കുക എവിടുന്നേ ഉള്ളൂ? ശക്തമായ വിശ്വാസത്തിൽ നിന്നേ അത് ലഭിക്കും. ഇതാണ് മുഹമ്മദ് നബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലേ? എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ആ രൂപത്തിലുള്ള ഹൃദയവിശാലത നൽകുന്ന ആ ഹൃദയവിശാലതയും അതോടൊപ്പം അതാണ് അല്ലാഹു തആല പറയുന്നത് വലഅന. വലഅ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ശരിക്കും? വലഅ ഒരു സാധനം മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കി വെക്കണതിനാണ് വലഅ എന്ന് പറയാം. അതുകൊണ്ടാണ് സ്ത്രീകൾ പ്രസവിക്കണതിന് എന്ത് പറയും? വലഅത്ത് എന്ന് പറയും. പ്രസവിക്കണതിന് എന്താണ് സംഗതി? എന്താ? ഉള്ളിലുള്ള ഒരു സാധനം മുകളിലുള്ളന്ന് താഴോട്ട് ഇറക്കി വെക്കാൻ. ആ അർത്ഥത്തിലാണ് പ്രസവിച്ചു എന്നുള്ളതിന് വലഅ പറയും. ഇവിടെയും അത് തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുള്ള ഒരുപാട് ഹമ്മ്, ഹസ്ന്, അതേപോലുള്ള കലക്ക്, വെപ്രാളം, ഉത്കണ്ഠ, ദുഃഖം, വിഷമം, അല്ലേ? ഓരോ സംഗതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ കാര്യങ്ങളൊക്കെ പോവാം. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താണ്? ആ തരത്തിലുള്ള മാനസികമായ ഒരുപാട് ഭാരങ്ങൾ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി തന്നില്ലേ എന്നൊരർത്ഥം. രണ്ടാമത് മുഫസ്സിറുകൾ അതിനർത്ഥം പറയുന്നത് വലഅന അൻക വിസ്റക എന്ന് പറഞ്ഞാൽ, വിസ്ർ എന്ന് പറയുന്നത് ശരിക്ക് പാപത്തിന്റെ ഭാരമാണ്. പാപത്തിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം പാപഭാരമല്ല. കാരണം എന്താ? അല്ലാഹു തആല എല്ലാ പാപങ്ങളും ആർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാ പാപങ്ങളും, എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെറുതും എല്ലാം അല്ലാഹു തആല പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പാപം പുറത്തു കൊടുത്തു എന്നുള്ളതിന് എന്ത് പറയും? വലഅന അൻക വിസ്റക എന്ന് ആ അർത്ഥവും ഉദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആ സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന ആ രൂപത്തിലുള്ള ഭാരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താ? വറഫഅന ലക ദിക്റക, നാം നിന്റെ കീർത്തി ഉയർത്തിത്തരികയും ചെയ്തില്ലേ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൂടുമ്പോഴാണ് ഒരാൾക്ക് എന്തുണ്ടാവുക? യഥാർത്ഥ സൗഭാഗ്യവാൻ അവന് ആവുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൊടുത്ത ഈ മൂന്ന് അനുഗ്രഹം ഇവിടെ എടുത്ത് പറയുന്നത്. ഈ മൂന്ന് കാര്യം ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു കൺകുളിർമ കിട്ടുക. അതേപോലെ തന്നെ ഇത് പിന്നെ ഇനി നിങ്ങൾ തിരിച്ചു വരാ, അലം നശ്റഹ് ലക സദ്റക വലഅന അൻക വിസ്റക. നമ്മളിപ്പോ ഒരു മുകളിൽ ഒരു വിമാനം കയറി ഒരു 400 ഫീറ്റ് മുകളിലാണ് നമ്മൾ ഉള്ളതെന്ന് കൂട്ടുക. 400 ഫീറ്റ് അല്ല 4000 ഫീറ്റ് മുകളിലാണ്. നമ്മൾ ഭൂമിക്ക് താഴോട്ട് നോക്കിയാൽ എന്താ കാണാ? എന്താ കാണാ? പിന്നെന്താ കാണാ? ഒരു പട്ടണത്ത് വെച്ചിട്ട് 400 ഫീറ്റാണ്. നമ്മളിപ്പോൾ കരിപ്പൂര് പോയി ഇറങ്ങി, അല്ലെങ്കിൽ എവിടെയെങ്കിലും മംഗലാപുരത്ത് എവിടെ പോയി ഇറങ്ങിയാലും അവിടെ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരുപാട് ഒറ്റ നോട്ടത്തിന് വിശാലമായ ഒരുപാട് സ്ഥലം കാണൂലേ? എന്നാ ഇവിടെ നിന്ന് ഇരുന്നിട്ട് നിങ്ങളാ നോക്കിയാൽ ആ വിശാലമായ സ്ഥലം കാണുമോ? ഇല്ല. എന്തേ? മുകളിലേട്ട് 4000 ഫീറ്റ് ഉയർന്നപ്പോൾ നിങ്ങൾ ഒരൊറ്റ നോട്ടം കൊണ്ട് വിശാലമായ ഒരുപാട് ഏരിയ നിങ്ങൾ കാണുന്നു, അല്ലേ? ഉണ്ടല്ലോ. ഇതേപോലെ ഇനി നിങ്ങൾ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയാലും അങ്ങനെ തന്നെ ആ ചുറ്റുപാടുമുള്ള വിശാലമായ സ്ഥലങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട് കാണും. എന്നാൽ ആ ഉയരം കുറയും തോറും ആ വിശാലത കുറഞ്ഞു വരുന്നില്ലേ? ഉയരം പിന്നെ കുറഞ്ഞു വരും തോറും നമ്മളിപ്പോൾ 4 ഭാഗം നോക്കണമെങ്കിൽ 4 ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കേണ്ടി വരും, അല്ലേ? ഇവിടുന്ന് ഇപ്പം എൻ്റെ മുന്നിലും ബാക്കിലും ഇങ്ങോട്ടൊക്കെ തിരിയണം, എന്നാലേ നമ്മുടെ കാണുള്ളൂ. എന്നാൽ മുകളിൽ നിന്നിട്ട് നോക്കുമ്പം ആ വിശാലമായ എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്നു, ആണല്ലോ. എങ്കിൽ ഇതേപോലെയാണ് വിശ്വാസിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസി ഏറ്റെടുക്കുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ആ ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച് അള്ളാഹു അവൻ്റെ മനസ്സിനങ്ങോട്ട് വിശാലാക്കി കൊടുക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ആ കുടുംബത്തിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ഭാര്യമാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? പോരാ. മുഹമ്മദ് നബിയെ ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ മറ്റ് പ്രവാചകന്മാർ എന്നുള്ള നിലക്ക്
അവർക്കൊക്കെ എന്ത് വേണം? കൂടുതൽ ഹൃദയവിശാലത വേണം. കാരണം അവന് സ്വന്തം കാര്യം നോക്കിയാൽ പോരാ. എനിക്കും നിങ്ങൾക്ക് എന്തേക്കാൻ മതി? എൻ്റെ കെട്ടിയോളും കുട്ടികളും വീടും ആയി കഴിഞ്ഞു, നമ്മളെ പരിധി കഴിഞ്ഞു, നമ്മൾക്ക് അത്രയേ ഉള്ളൂ. എന്നാൽ അതേ കൂട്ടത്തിൽ നമ്മളൊരു നേതാവാണെങ്കിലോ, ഒരു പ്രസ്ഥാനത്തിന് നേതാവാണെങ്കിലോ കുറച്ചുകൂടി വിശാലത വേണം. ഓലെ കാര്യങ്ങളൊക്കെ വേണം നമ്മൾ നോക്കാൻ, അല്ലേ? ഇനി ഒന്നുകൂടി ഒരു രാജ്യത്തേക്ക്, ഒരു സമൂഹത്തിൻ്റെ പ്രവാചകനാണെങ്കിലോ അവരെ കാര്യമൊക്കെ നോക്കേണ്ടി വരും. അപ്പം അവരുടെ കാര്യമൊക്കെ നോക്കണമെങ്കിൽ അത്ര ഹൃദയത്തിന് വിശാലത വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്? ആ കുടുംബം മാത്രം നോക്കിയാൽ പോരാ, ആ നാട്ടുകാരെ മാത്രം നോക്കിയാൽ പോരാ, മുഴുവൻ ജനത്തെയും, ലോക ജനതയെ, അല്ലേ, ഒന്നടങ്കം പ്രവാചകൻ നോക്കേണ്ടത്. അപ്പം അവരിൽ നിന്നൊക്കെ ഏൽക്കേണ്ടി വരുന്ന ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും പിന്നെ പീഡനങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഉണ്ടാവും. ആ സഹിക്കാനുള്ള ഹൃദയവിശാലത ആർക്കുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തു. അപ്പം അലം നശ്റഹ ലക സദ്റക, ഒന്നാമത്തെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആ ഹൃദയവിശാലത എന്ന് പറയുന്നത്, അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ഹൃദയവിശാലത ലഭിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. ഖബർ സിയാറത്തുൽ ഖുബൂർ, ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്താണ് ഒരു മനുഷ്യന് ശരിക്കും ലഭിക്കുന്നത്? ഓന് ദുനിയാവിനോടുള്ള ആസക്തിയൊക്കെ പോവും. എന്താ? ശരിക്ക് നമ്മുടെ ഉറ്റവരോ ഉടയവരോ മരിച്ച് നമ്മൾ ആ ജനാതിയുമായി അങ്ങോട്ട് ഖബറിലേക്ക് വെക്കുമ്പോൾ ആ വെക്കണ മനുഷ്യൻ്റെ, ആ മകൻ്റെയോ അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുടെയോ മനസ്സിൽ എന്തുണ്ടാവും? ഞാനും ഇതേപോലെ ഈ കുഴിയിൽ ഉറങ്ങേണ്ടവനാണല്ലോ, കിടക്കേണ്ടവനാണല്ലോ എന്ന ബോധം ആ മനുഷ്യനെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ ഓന് ദുനിയാവിനോട് പിന്നെ വലിയ ആസക്തിയൊന്നും ഉണ്ടാവില്ല. വലിയ ആകാശം മുട്ടണ കൊട്ടാരം പണിയണം എന്ന ആസക്തി ഉണ്ടാവില്ല. മറിച്ച് ഓൻ എന്താണ്? ഇവിടെ നിന്ന് തിരിച്ചു പോകണമല്ലോ. ആ രൂപത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ആ പരലോകത്തെ പറ്റിയുള്ള ബോധവും അവനുണ്ട്. അതുകൊണ്ടാണ് ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞതിൻ്റെ യുക്തി എന്താ? ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ എന്ന. സൂറു അൽ മഖാബിർ, ഖബറുകളെ നിങ്ങൾ സന്ദർശിക്കണം, മക്ബറ സന്ദർശിക്കണം. കാരണം ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ, അത് പരലോകബോധം നിങ്ങൾക്കുണ്ടാക്കി തരും എന്നുള്ള. അപ്പം ആ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം എന്തു ചെയ്യും? ഒന്നുകൂടി വിശാലമാവും. അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ദുനിയാവിൻ്റെ പരിധിയിൽ ഇങ്ങനെ ഒതുങ്ങും. എൻ്റെ കച്ചവടം, എൻ്റെ സമ്പത്ത്, എൻ്റെ ബാങ്ക് അക്കൗണ്ട്, അല്ലേ, ഈ രൂപത്തിൽ എൻ്റെ മക്കൾ, ഇങ്ങനെ ആ പരിധിയിൽ മാത്രം ഒതുങ്ങും. എന്നാൽ ഈ ജീവിതത്തിന് ശേഷം, ദുനിയാവിന് ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പോകാനുണ്ട് എന്ന ശരിയായ ബോധം ഉണ്ടാകുമ്പോൾ ഹൃദയം അതനുസരിച്ച് ഇങ്ങോട്ട് വിശാലമാകും, തുറന്നു വരും. അങ്ങനെ പരലോകത്തെ കണ്ടെത്താൻ ആ മനുഷ്യന് സാധിക്കും. അതുകൊണ്ടാണ് ഹൃദയവിശാലത ഉണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ജനാദ പ്രവാചകന്റെ അരികെ കൊണ്ടുപോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹും മിൻഹു, ആ ജനാദ മുസ്തരീഹുമാണ് മുസ്തറാഹും മിൻഹു ആണ്. കാലു, സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, മൽ മുസ്തരീഹു വൽ മുസ്തറാഹു മിൻ, എന്താ താങ്കൾ ഈ ആ മയ്യത്ത് മുസ്തരീഹാണ്, ആ മയ്യത്ത് മുസ്തറാഹും മിൻഹു ആണ് എന്ന് പറഞ്ഞത് എന്താണ്? കാല, നബി വിവരിക്കുകയാണ്, തിരുമേനി വിവരിക്കുകയാണ്, അൽ അബ്ദുൽ മുഅ്മിൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ മരിച്ചാൽ യസ്തരീഹു മിൻ നസബി ദുനിയ, ദുനിയാവിൻ്റെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അവന് ആശ്വാസം ലഭിക്കുകയാണ്, അല്ലേ? വിശ്വാസി മരിക്കുമ്പോൾ ദുനിയാവിൻ്റെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അതിന് ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അതാഹ, ആ ദുനിയാവിൻ്റെ ഒരുപാട് പീഡനങ്ങളും മർദ്ദനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എങ്ങനെ ആശ്വാസം കിട്ടണേ? ഇലാ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ പിന്നെ കാരുണ്യത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ആശ്വാസം കിട്ടണം. എന്നാൽ വൽ അബ്ദുൽ ഫാജിർ, ഒരു വിശ്വാസി അല്ലാത്ത മനുഷ്യൻ മരിച്ചാൽ യസ്തരീഹു മിൻഹുൽ ഇബാദ്, അവനിൽ നിന്ന് പിന്നെ ആശ്വാസം കിട്ടണം. അവനിൽ നിന്ന് ആശ്വാസം കിട്ടണം ആർക്ക്? അൽ ഇബാദ്, ആ ഭൂമി ജീവിക്കുന്ന അടിമകൾക്ക്, വൽ ബിലാദ്, ആ നാടിനും നാട്ടുകാർക്കും, വഷജർ, അവിടെയുള്ള മരങ്ങൾക്കും, വദ്ദവാബ്, അവിടെയുള്ള ജന്തുജാലങ്ങൾ. ഇതാണ് മുസ്തറാഹും മിൻഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അപ്പം നോക്കി നിങ്ങൾ, വിശ്വാസി ആയിക്കൊണ്ട് മരിക്കുമ്പോൾ ഈ രൂപത്തിൽ ഹൃദയം വിശാലമാകുന്നു. വിശ്വാസി അല്ലാതെ മരിക്കുമ്പോൾ
ഹൃദയം വിശാലമാവാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ആ പരലോക ബോധം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, ആ യഥാർത്ഥ ഹൃദയവിശാലത ലഭിക്കുക. അത് അതിൻ്റെ സ്കെയില്, ആ പരലോക ബോധത്തിലുള്ള, ആ പരലോക വിശ്വാസത്തിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞു വരും തോറും നമ്മൾ ഇടുങ്ങിയ മനസ്സാകും. എന്നാൽ ആ പരലോകം ഇങ്ങനെ പറ്റിയുള്ള ഈമാന് ഇങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് എന്താവും, ആ ഹൃദയം വിശാലത കൂടി വരും എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠം. ഇനി അള്ളാഹ് പറയാണ് മൂന്നാമത്തെ ഒരു കാര്യം, മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം ഉയർത്തി തന്നില്ലേ, കീർത്തി തന്നില്ലേ എന്നാ. വറഫഅന എന്ന് പറഞ്ഞാൽ എന്താ, ഉയർത്തി തന്നു. എന്താണ് ദിക്റക്ക്? ദിക്റാണെന്താ, കീർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതി തന്നെ ഓനൊരു കീർത്തി, ഇന്നെല്ലാവരും അറിയണം എന്ന് ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്യാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഒരാളും ഉണ്ടാവില്ലാണ്. കാരണം എന്താ, നമ്മളെ ആ രൂപത്തിലാണ് അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ഇന്നെല്ലാവരും അറിയണം, എനിക്ക് കീർത്തി വേണം, പ്രശസ്തി വേണം എന്നെല്ലാ മനുഷ്യനും ആഗ്രഹിക്കും, അല്ലേ? അതുകൊണ്ടാണല്ലോ ഒരു കുട്ടിക്ക് ഓൻ എന്തെങ്കിലും കാര്യത്തിൽ വിജയിച്ചാൽ പാട്ട് പാടിയിട്ട് സമ്മാനം കൊടുത്താൽ എന്താ ഓൻ ആഗ്രഹിക്കണം? അവിടെ ആ പ്രശസ്തിയാണ്, ആ കീർത്തിയാണ്, അല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിലാവട്ടെ, ആ കീർത്തി ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയോ ഒരു മനുഷ്യനോ ലോകത്തില്ല. അപ്പം എല്ലാവരും കീർത്തിയും പ്രശസ്തിയും ആഗ്രഹിക്കും. ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത്. അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു ആ കീർത്തി നമുക്ക് ലഭിക്കണത് എങ്ങനെ? ചിലപ്പോൾ ഇയാൾക്ക് കീർത്തി ലഭിക്കുക, അയാൾ വലിയ ബിസിനസ്മാൻ ആവും, അല്ലേ? രാജ്യത്തിൻ്റെ നാനാഭാഗത്തും അയാളുടെ ബിസിനസ്സിൻ്റെ മേഖല ഉണ്ടാവും. അയാളൊരു ബ്രാൻഡ് കമ്പനീൻ്റെ ഉടമസ്ഥനാണ്. അപ്പം അയാൾ പ്രശസ്ത, ആ മേഖലയിലൂടെ അയാളുടെ കീർത്തി ലഭിക്കുന്നു. ഇയാൾക്കോ, അയാൾക്ക് മറ്റേതെങ്കിലും രൂപത്തിൽ, അല്ലേ, അയാൾ ഒരു രാജ്യത്തിൻ്റെ നേതാവാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവാണ് എന്ന് പറയുമ്പോൾ ആ രൂപത്തിലുള്ള കീർത്തി. അയാളോ ലോകത്തെ ഏറ്റവും വലിയ എഡ്യൂക്കേഷനുള്ള ആളാണ്, അല്ലേ? അപ്പോൾ ആ രൂപത്തിലുള്ള കീർത്തി. അയാളോ ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്, എല്ലാവരും ആദരിക്കണ പണ്ഡിതൻ, ആ രൂപത്തിലുള്ള കീർത്തി. ഇതൊക്കെ ദുനിയാവിൽ കീർത്തി ലഭിക്കാനുള്ള ഓരോരോ മേഖലകളാണ്. ചിലപ്പം ചില ആളുകൾക്ക് കുറേ ഫാക്ടറി ഉണ്ടാവും, ആ ഫാക്ടറി ഇന്ന ആളുടേതാണ്, അല്ലേ? ഇന്ന ഫുലാന് പിന്നെ ഫുലാനിൻ്റെതാണ് ആ ഫാക്ടറി, അവിടുന്നാണ് ഈ സാധനം ഉൽപ്പാദിപ്പിച്ചത്. അപ്പം അയാളുടെ കീർത്തിയിലൂടെ വരും. ഇതൊക്കെ ദുനിയാവിലെ നശിച്ചു പോകുന്ന യഥാർത്ഥത്തിലുള്ള കീർത്തികളാണ്. എന്നാൽ മുഹമ്മദ് നബിക്ക് ഈ രൂപത്തിലുള്ള വലിയ ഫാക്ടറികളോ വലിയ കച്ചവട സ്ഥാപനങ്ങളോ വലിയ സ്ഥാനവും മാനവും അല്ലെങ്കിൽ വലിയ സമ്പത്തിൻ്റെ ഉടമയോ ആയിരുന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ല. ഒരു നേരം ഭക്ഷിക്കാൻ പോലുമില്ലാത്ത പ്രവാചകൻ പരമദരിദ്രനാണ്. ആ പരമദരിദ്രനായ പ്രവാചകൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷനാണ് അള്ളാഹു പറയുന്നത്, വറഫഅനാ ലക ദിക്റക. മുഹമ്മദ് നബിയെ താങ്കളുടെ കീർത്തി നാം ഉയർത്തി. എങ്ങനെ മുഹമ്മദ് നബിയുടെ കീർത്തി ഉയർത്തി തന്നത്? ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്ത് പറയണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, എന്ത് വേണം? വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നും കൂടി പറയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പേര് ഉച്ചരിക്കാതെ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ തിരുദൂതര റസൂലാണ് എന്ന് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുമോ? മുസ്ലിം ആവില്ല. അപ്പം നോക്കി നിങ്ങൾ, ലോകത്ത് മുസ്ലിം ജനിച്ച മുസ്ലിമായ ഒന്നാമത്തെ മനുഷ്യനും ലോകത്ത് മരിക്കുന്ന അവസാനത്തെ മുസ്ലിമും മുസ്ലിം ആവണമെങ്കിൽ എന്ത് വേണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു. അപ്പം എത്ര ആളുകളാ മുഹമ്മദ് നബിയുടെ പേര് പറയുന്നത്? ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമസ്കാരത്തിലും ആരാധനാ വിഷയങ്ങളിലും ഒക്കെ മുഹമ്മദ് നബിയുടെ പേരാണ്. ലോകത്ത് ബാങ്കുലി ശബ്ദം ഓരോ സെക്കൻഡിലും വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇങ്ങനെ ബാങ്ക് ഉച്ചരിക്കപ്പെടുന്നുണ്ട്. ആ ബാങ്കിലൊക്കെ എന്താ പറയണത്? അല്ലാഹു അക്ബർ കഴിഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി തന്നെയാണ്, അല്ലേ? അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ രൂപത്തിലുള്ള പ്രശസ്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. രണ്ടാമത്,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ മറ്റൊരു കീർത്തിയാണ്, അള്ളാന്റെ പേരിനോട് ചേർത്തിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടാണ്, അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് ആരെ പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നത്. അപ്പോൾ അതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തിയാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഒരിക്കലും വിളിച്ചു കൊണ്ടുള്ള ഒരു അഭിസംബോധന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിലുണ്ട്. മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നൊക്കെ പറഞ്ഞ പേര് ഖുർആനിലുണ്ട്. പക്ഷേ ആ പേര് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് അള്ളാഹു തആല ഒരിക്കലും വിളിച്ചിട്ടില്ല എന്ന്. മറിച്ച് വിളിച്ചത് എന്താ? യാ നബിയല്ലാഹ്, യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ ബല്ലിഗ് മാ ഉൻസില ഇലൈക് എന്ന് തുടങ്ങുന്ന പ്രവാചകന്റെ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിട്ടുള്ള ആ പ്രശസ്തി പട്ടത്തിന്റെ പേരാണ് വിളിച്ചത്. നബി, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, അല്ലേ, പ്രവാചകരെ, അതേപോലെ തിരുദൂതരെ, റസൂലല്ലാഹ് എന്നുള്ള ആ പേരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉടനീളം അഭിസംബോധന. എന്നാലോ ഖുറൈശികൾ മുഹമ്മദ് നബി എന്ത് വിളിച്ചിരുന്നു? യാ മുഹമ്മദ് എന്ന് വിളിച്ചിരുന്നു. അല്ല യാ മുഹമ്മദ് എന്ന് വിളിച്ചണോ? ഇല്ല. മുഹമ്മദ് എന്നുള്ള പേര് ഖുർആനിലുണ്ട്, അത് വിളിച്ചതല്ല. രണ്ടും വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റ് പ്രവാചകന്മാരെയൊക്കെ യാ ആദം എന്ന് ഖുർആനിലുണ്ട്, യാ ഈസ എന്ന് ഖുർആനുണ്ട്, യാ മൂസ എന്ന് ഖുർആനിലുണ്ട്, യാ ഇബ്രാഹിം എന്ന് ഖുർആനിലുണ്ട്. അപ്പൊ ഖുർആനിൽ മറ്റു പ്രവാചകന്മാരുടെ പേരുകൾ അഭിസംബോധനം ചെയ്യുമ്പോൾ, പേരുകൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല അഭിസംബോധനം ചെയ്യുമ്പോൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മാത്രം എന്തില്ല? ഖുർആനിൽ അഭിസംബോധനം ചെയ്തിട്ടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കീർത്തിയാണ്, ഏറ്റവും വലിയ പ്രശസ്തിയും കൂടിയാണ്. അതിന് തെളിവാണ് അത്. ഇനി അള്ളാഹു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ടാണ് എന്ത് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഒരിക്കല് മറ്റൊരർത്ഥം അതിനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി അള്ളാഹു അത്യുന്നതമാക്കിയെന്നാണ്. എങ്ങനെ അത്യുന്നതമാക്കിയത് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കണ ഒരു സംസാരവും അതിൽ യാതൊരു തെറ്റും വരൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള. എന്താ തെളിവ്? വമാ യന്തിഖു അനിൽ ഹവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദേഹേച്ഛ അനുസരിച്ച് സംസാരിക്കുന്നവനല്ല, സംസാരിക്കില്ല. അപ്പം മുശ്രിക്കുകൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല, അദ്ദേഹം പറയാണ്, കുൻതു അക്തുബു കുല്ല ഷൈഇൻ അസ്മാഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേൾക്കുന്ന എല്ലാ വാക്കും ഞാൻ രേഖപ്പെടുത്തി വെക്കും. പിന്നെ രേഖപ്പെടുത്തി വെക്കുന്നു മാത്രമല്ല, ആ സഹാബി എന്ത് ചെയ്യും? ഉരീദു ഹിഫ്ളഹു, നബിയുടെ ആ വാക്കുകളൊക്കെ മനഃപ്പാടമാക്കാൻ ശ്രമിക്കും. അങ്ങനെ ഖുറൈശികൾ ഒരിക്കൽ ഈ സഹാബിയോട്, ഏതാ സഹാബി? അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനോട് ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, എന്ത്? തക്തുബു കുല്ല ഷൈഇൻ യസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് കേൾക്കണ എല്ലാ വാക്കും ഇനി രേഖപ്പെടുത്തി വെക്കുകയാണോ? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പം പലതും പറയൂലേ, മനുഷ്യനല്ലേ, അതുകൊണ്ട് ദേഷ്യം പിടിക്കുമ്പോൾ പറയണ വിജി രേഖപ്പെടുത്തി വെക്കുകയാണോ എന്ന് പറഞ്ഞപ്പം അയാൾ കുറച്ച് നേരം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൈ ഉപയോഗിച്ചുകൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, രേഖപ്പെടുത്തി വെക്കണം. കാരണം എന്താ? ഞാൻ വല്ലാഹി ഫവല്ലദി ബിനഫ്സി ബിയദി മാ യഖ്റുജു മിൻഹു, നബി ആ വിരലുകൊണ്ട് ഇങ്ങനെ ആ നബിയുടെ തന്നെ വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയാണ്, മാ യഖ്റുജു മിൻഹു ഇല്ല ഹഖ്, സത്യമല്ലാതെ, യാഥാർത്ഥ്യമല്ലാതെ ഈ വായിൽ നിന്ന് പുറത്തു വരൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്ത് പറഞ്ഞത്? വമാ യന്തിഖു അനിൽ ഹവ, നബി ദേഷ്യം പിടിക്കുമ്പോഴായാലും സത്യമല്ലാത്തത്, അനർഹമായത്, അനീതിയോടുള്ളൊരു വാക്ക് പ്രവാചകന്റെ നാവിൻ തുമ്പത്ത് നിന്ന് വരികയില്ല
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എഴുത്തുകാരനായ സ്വഹാബിയെ പഠിപ്പിക്കാൻ. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ സംശയം ഉണ്ടാവും, ദേഷ്യം പിടിക്കുമ്പോൾ മനുഷ്യൻ പലതും പറയില്ല. നമുക്കൊക്കെ അപ്പം നമ്മൾ ദേഷ്യം പിടിക്കുമ്പോഴാണ് എല്ലാം ഉള്ളിലുള്ള ഒക്കെ പുറത്തു വരിക നമുക്ക്, അല്ലേ? കെ പിന്നെ ചെയ്ത്താനെ എന്നൊക്കെയുള്ള വാക്കൊക്കെ ആ സമയത്തോട് വരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വാക്ക് വരില്ല. പിന്നൊന്നുകൂടി ആലോചിക്കും നിങ്ങൾ, ലോകത്തുള്ള മില്യൺ ആളുകൾ ഒരേ സമയത്ത് എത്ര പ്രവാചകന്റെ പേരാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ള ആ പേരിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. നമ്മൾ നമസ്കാരത്തിലാവട്ടെ, നമസ്കാരത്തിന് ശേഷം വരുന്ന ദിക്റുകളിലാവട്ടെ, ഒരു പ്രസംഗം, ഒരു ഖുത്ബയിലാവട്ടെ, ഒരാൾ കാര്യമായി 2 വാക്ക് പറയാൻ വേണ്ടി എണീക്കുമ്പോഴാവട്ടെ, ആ പ്രസംഗത്തിലൊക്കെ എന്ത് വേണം? ഹംദും സലാത്തും വേണം. ഈ ഹംദും സലാത്തും എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തിയെ കാണിക്കുന്നതാണ്. അപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിൻ്റെ ശക്തി എത്ര ഉണ്ടോ അതനുസരിച്ച് അവൻ്റെ കീർത്തിയും മുഹമ്മദ് നബിയോടാണ് ഇത് പറഞ്ഞതെങ്കിലും ആരോടത് പറയണത്? വറഫഅനാലക ദിക്റക എന്ന് പറയുന്നത് മുഹമ്മദ് നബിയോടാണ്. അപ്പം ആ മുഹമ്മദ് നബിയോട് പറഞ്ഞ ആ കാര്യം, അഥവാ മുഹമ്മദ് നബിയുടെ കീർത്തി, ആ പ്രശസ്തി അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കാൻ എന്തൊരു കാരണമാണോ ഉള്ളത്, അതേ കാരണം വിശ്വാസികളായ നമ്മളിൽ ഉണ്ടാകുമ്പോഴും എന്ത് ചെയ്യും? അല്ലാഹു തആല നമ്മയും ഉയർത്തും, നമ്മുടെ കീർത്തിയും അല്ലാഹു ഉയർത്തും. അപ്പം നമുക്ക് എത്ര വിശ്വാസമുണ്ടോ അതനുസരിച്ച് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കീർത്തി ഉയർത്തിത്തരും എന്ന് അതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു സ്ഥലത്ത് കാണാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തി കാണിക്കുന്നതാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്, അല്ലേ? ആ ഖുർആൻ എത്ര കാലം നിലനിൽക്കുന്നു, അത് ഒരിക്കലും നശിക്കാൻ പോണില്ല, അല്ലേ? എന്താ കാരണം? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ആ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ്, നാം അതിനെ തന്നെ, നാം ആ ഖുർആനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഓഫർ ചെയ്തതാണ്. അപ്പം ആ ഖുർആൻ നിലനിൽക്കുന്ന കാലത്തോളം മുഹമ്മദ് നബിയുടെ കീർത്തി എന്ത് ചെയ്യും? ലോകത്തെങ്ങനെ ഉയർത്തപ്പെടും, അല്ലേ? അങ്ങനെ ഉയർത്തപ്പെടുന്ന ഒരാളിങ്ങനെ ഖുർആൻ ഓതുമ്പോഴൊക്കെ ആ കീർത്തി, അതിലൊരു ഭാഗം കീർത്തി ആർക്കാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ആ മുഹമ്മദ് നബി മുഖേനയാണ് നമുക്ക് ഈ ഖുർആൻ അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. മാത്രമല്ല, കഴിഞ്ഞു പോയ പ്രവാചകന്മാരോടൊക്കെ, അല്ലേ, മുൻകഴിഞ്ഞു പോയ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ആദം നബി മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരോടും അള്ളാഹു കരാർ വാങ്ങിയ ഒരു കാര്യമാണിത്. എന്താ കരാർ വാങ്ങിയത്? പിന്നെ എങ്ങനെ ഒരു നബി, ഈ മുഹമ്മദ് നബി വരും എന്ന് എന്ന ആ ഒരു വിശ്വാസം അവരോടൊക്കെ അള്ളാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താ തെളിവ്? വഇദ് അഖദല്ലാഹു മീസാക്കൻ നബിയ്യിന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വേദഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവന്നോ അപ്പോഴൊക്കെ ആ പ്രവാചകന്മാരോട് അള്ളാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. എന്താണ്? സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും. നിങ്ങളോടൊപ്പമുള്ളതിനെ സത്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങൾക്ക് വന്നെത്തും. ആ വന്നെത്തുമ്പോൾ നിങ്ങൾ എന്ത് വേണം? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. ആ ദൂതനിൽ നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം, ആ ദൂതനിൽ നിങ്ങളെ സഹായിക്കും വേണം. മുഹമ്മദ് നബിയെ പറ്റി പറയാൻ അപ്പം മുൻ വേദഗ്രന്ഥങ്ങളിൽ, അല്ലേ, മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ ആ വേദഗ്രന്ഥങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രതിപാദിച്ചിട്ട് അപ്പോഴും അതും ഒരു കീർത്തിയാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ കാണാം, മുഹമ്മദ് നബിയുടെ ആയുസ്, ആ ജീവിതം എടുത്തുകൊണ്ട് അള്ളാഹു സത്യം ചെയ്ത് പറയുന്നത് കാണാം. അള്ളാഹു ഒരു കാര്യം സത്യം ചെയ്ത് പറയണമെങ്കിൽ അത് ചെറിയ നിസ്സാര കാര്യത്തിനാവില്ല. അതിൻ്റെ പിന്നിൽ എന്തുണ്ടാവും? മഹത്തായ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാണ്ടാവും. അതുകൊണ്ടാണ് ലഅംറുക, മുഹമ്മദ് നബിയോ വിശുദ്ധ ഖുർആനിൽ പറയുന്നത് കാണാം, മുഹമ്മദ് നബിയെ താങ്കളുടെ ആയുസ് തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്രത്തിഹിം യഅ്മഹൂൻ. അവരുടെ ആ സക്രാത്തിൽ ഇങ്ങനെ വിഹരിക്കുകയാണ് എന്ന് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ്സിനെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നത് കാണാം. പിന്നെ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, മുഹമ്മദ് നബിയുടെ ജീവിതത്തെപ്പറ്റി അല്ലാഹു തആല സത്യം ചെയ്തത് മുഹമ്മദ് നബിക്കുള്ള ഒരു പ്രശസ്തിയും കൂടിയാണ്
അള്ളാഹുത്താല ഒരു ആദരിക്കൽ കൂടിയാണ് അതിലൂടെ കാണിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് വിളിച്ചുകൊണ്ട് അള്ളാഹുത്താല മുഹമ്മദ് നബിയെ സംരക്ഷിക്കും എന്ന് എന്ത് പറയേണ്ട വിശുദ്ധ ഖുർആനിൽ അള്ളാഹുത്താല ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മുഹമ്മദ് നബിക്കുള്ള പ്രശസ്തിയാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മക്കായിലെ മുശ്രിക്കുകൾ, ചുറ്റുപാടുമുള്ള ഒരുപാട് ബഹുദൈവാരാധകർ, ഇവരൊക്കെ മുഹമ്മദ് എല്ലാവരും കൂടി, ജൂതന്മാരും ക്രിസ്ത്യാനികളും മുശ്രിക്കുകളും ഒക്കെ കൂടിയിട്ട് മുഹമ്മദ് നബിയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അതിനാദ്യം അവർ ഉപയോഗിച്ചത് എല്ലാ അടവും പിന്നെ മുന്നോട്ട് പോകില്ല എന്ന് കണ്ടപ്പോൾ പരിഹാസം എന്ന ആ ആയുധം കൊണ്ട് ആരോപിക്കാനാണ് അവർ. അതുകൊണ്ടാണ് നബിയെ മജ്നൂനാണ് മുഹമ്മദ് എന്നൊരിക്കൽ പറയേണ്ടത്. ഒരിക്കല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മാരണം ചെയ്യുന്നവനാണ്, സാഹിറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കവിയാണ്, ഇങ്ങനെ കാഹിനാണ്, ജ്യോത്സ്യനാണ്. ഈ രൂപത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മുശ്രിക്കുകളും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളും ഒക്കെ പിന്നെ ആരോപിച്ചിട്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും അത് ഏറ്റിട്ടില്ല. മറിച്ച് അള്ളാഹ് പറഞ്ഞത് എന്താ? ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്ദീൻ. ഇങ്ങനെ നബിയെ താങ്കളെ പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ മുഹമ്മദ് നബിയെ നാം നിന്നെ സംരക്ഷിച്ചിരിക്കുന്നു എന്ന്. അപ്പം ആ സംരക്ഷണം ആരേറ്റെടുത്തിട്ടുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പറയുന്നത് തഹജ്ജുദ് നമസ്കാരമാണ്. തഹജ്ജുദ് നമസ്കാരം, ആ നമസ്കാരത്തിന് നമ്മൾ ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ട ഒരു സമയമാണത്. നബിയോട് അല്ലാഹു തആല പറയണം, വമിനൽ ലൈൽ, രാത്രിയുടെ ഭാഗങ്ങളിൽ നിന്ന്, ഫതഹജ്ജദ ബിഹി നാഫിലത്തൽ, മുഹമ്മദ് നബിയെ നിനക്ക് ഒരു നാഫിലത്ത് എന്നുള്ള നിലക്ക് ആ സമയത്ത് നീ തഹജ്ജുദ് നമസ്കരിക്കണം. അസാ അൻ യബ്അസക റബ്ബുക മഖാമ മഹ്മൂദ. എന്നിട്ട് അള്ളാഹ് മുഹമ്മദ് നബിയോട് പറയുന്നത്, നിന്നെ സ്തുത്യർഹമായ ഒരു സ്ഥാനത്ത് അള്ളാഹു നിയോഗിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പം തഹജ്ജുദ് നമസ്കാരത്തോടു കൂടി നമുക്ക് അല്ലാഹു തആല ഉന്നതമായ കീർത്തിയും പ്രശസ്തിയും നമ്മളറിയാതെ അല്ലാഹു തആല തരും എന്ന് ആ ആയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നുണ്ട്. ഒരു തഹജ്ജുദ് നമസ്കരിക്കണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അള്ളാഹുവിനോട് അവൻ ആരും അറിയാനല്ലല്ലോ അവൻ തഹജ്ജുദ് നിസ്കരിക്കണം, അല്ലേ? എല്ലാവരും ഉറങ്ങായിരിക്കും. ആ സമയത്ത് എണീറ്റ് നമസ്കരിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകാതിരിക്കുകയില്ല എന്നുള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുക്കണ ഏറ്റവും വലിയൊരു സ്ഥാനമാണ് മഖാമും മഹ്മൂദ്, വസീലത്ത്, ഫദീലത്ത് എന്നൊക്കെ പറയുന്നത്. ജാബിർ ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന സഹാബി പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, മൻ ഖാല ഹീന യസ്മഉ നിദാ, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതേപോലെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ എന്ന് തുടങ്ങണ ആ പ്രാർത്ഥന, ആത്തി മുഹമ്മദിനിൽ വസീല, പിന്നെന്താ? വൽ ഫദീല വബ്അസഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ അയാൾക്ക് എന്ത് കിട്ടും? ഹല്ലത്തു ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് അയാൾക്ക് ലഭിക്കും എന്നുള്ള. ഇതിലിപ്പോൾ എന്താ നമ്മൾ പറയുന്നത്? മുഹമ്മദ് നബിക്ക് വസീലത്തും ഫദീലത്തും എന്ന ആ സ്ഥാനം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അതേപോലെ തന്നെ മഖാമം മഹ്മൂദിൽ, ആ സുത്യർഹമായ സ്ഥാനത്ത് മുഹമ്മദ് നബിയെ നീ പിന്നെ പുനർജീവിപ്പിക്കണമേ എന്ന് ഒരാൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന ആൾക്ക് നാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കും. എല്ലാവരുടെ ഷഫാഅത്തും ഓരോ ആദനബിൻ്റെ അടുത്തേക്ക് പോവും. പിന്നെ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്കൊക്കെ പോകുമ്പം ഞാൻ അതിൻ്റെ ആളല്ല എന്ന് പറഞ്ഞിങ്ങനെ തട്ടി മാറ്റുമ്പം അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ശുപാർശയ്ക്ക് വേണ്ടി പോകും. ആ ശുപാർശ പിന്നെ ആർക്ക് ലഭിക്കും? ഈ പ്രാർത്ഥന ചൊല്ലിയ ആളുകൾക്ക് ലഭിക്കും എന്ന് ആര് പറയണ്ടേ? ഈ ഷഫാഅത്താണ് മഖാമും മഹ്മൂദ് എന്ന് പറഞ്ഞത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ഖാല റസൂലുള്ളാഹ്, പ്രവാചകൻ അരുളി, ഇന്ന ശംസ തദ്നു ഹത്താ യബ്ലുവൽ ഖർ, സൂര്യൻ ഇങ്ങനെ അടുത്തേക്ക് വരും, എന്നിട്ട് ആ വിയർപ്പിലിങ്ങനെ മുങ്ങണ ആ സമയത്ത്
ബൈനഹുമാഹുവ പിന്നെ കദാലി അങ്ങനെ അവർ നിൽക്കുമ്പോൾ ഇസ്തഗാസു അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളൊക്കെ പാടെ ആദം നബി അലൈഹി ഇസ്ലാമിനോട് സഹായം തേടാൻ വേണ്ടി പോരും. ഫയക്കൂൽ ആദം നബി അലൈഹി ഇസ്ലാം പറയും ലസ്തു സാഹിബ ദാലിക്, ഞാൻ നിങ്ങളെ സഹായിക്കാൻ അർഹനല്ല, ഞാൻ അതിൻ്റെ ആളല്ല. അങ്ങനെ അവർ മൂസാ നബിയുടെ അടുത്തേക്ക് പോകും, മൂസാ നബിയും പറയും. ഈസാ നബിയുടെ അടുത്തേക്ക് പോകും, ഈസാ നബിയും പറയും. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരും ഓരോ പിന്നെ അനുയായികളും ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കാണ് ഇവരൊക്കെ എത്തുക എന്നുള്ളതാണ്. അപ്പം നോക്കി നിങ്ങൾ, ആ സ്ഥാനത്ത് ലഭിക്കണ ഇതിനാണ് എന്ത് പറയണത്, മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടുള്ള അള്ളാഹു കൊടുത്തിട്ടുള്ള ഈ സ്ഥാനത്തിനാണ് എന്ത് പറയണത്, മഖാമം മഹ്മൂദ എന്ന് പറയുന്നത് എന്നുള്ളത്. അതും മുഹമ്മദ് നബി വറഫഅനാ ലക ദിക്റക് എന്ന് നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കണ ഒരു കീർത്തിയാണ് എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഓരോ പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരുടെ അനുയായികളെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓരോ അനുയായികളും സമൂഹവും അതത് പ്രവാചകന്മാരെ പിൻപറ്റി ഇങ്ങനെ പോകുമ്പോൾ അവിടെ അവർ പറയും പിന്നെ ഞങ്ങൾക്ക് വേണ്ടി അവരവരുടെ പ്രവാചകന്മാരോട് അവർ പറയും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, പ്രവാചകൻ ഞങ്ങളുടെ കാര്യത്തിലൊന്ന് ശുപാർശ ചെയ്യണേ എന്ന് പറയുമ്പോൾ അവരൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കാണ് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലെ പകുതിയിലധികവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കും എന്നൊക്കെ ഹദീസിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ വറഫഅനാ ലക ദിക്റക്, മുഹമ്മദ് നബിയെ താങ്കൾക്ക് നാം താങ്കളുടെ കീർത്തി ഉയർത്തി തന്നില്ലേ എന്ന് പറഞ്ഞതിനും വിശുദ്ധ ഖുർആനിലും അത് ദുനിയാവിലും മാത്രമല്ല പരലോകത്തിലും പ്രവാചകന്റെ കീർത്തി അള്ളാഹു ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ സൗഭാഗ്യവാൻ പ്രവാചകൻ തിരുമേനിയാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പം ഈ 3 കാര്യമാണ് നമുക്കിതിൽ നിന്ന് പഠിക്കാനുള്ളത്. 1, പ്രവാചകന് കൊടുത്ത അനുഗ്രഹം, ഹൃദയവിശാലത. 2, അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് അതേപോലെ സമൂഹത്തിൽ നിന്ന് ആ മനസ്സിന് താങ്ങാനാവാത്ത ഒരുപാട് ത്യാഗങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഉണ്ടാവണ അതൊക്കെ അള്ളാഹു പിന്നെ ഇല്ലാതാക്കി കൊടുത്ത് അള്ളാഹുവിൻ്റെ സംരക്ഷണം നൽകി ദുനിയാവിലും പരലോകത്തിലും അള്ളാഹു ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന കീർത്തിയും ഒക്കെ അള്ളാഹു താല ഉയർത്തിക്കൊടുക്കുകയും ഇതിനേക്കാൾ വലിയ സൗഭാഗ്യവാൻ ലോകത്താരാണുള്ളത്? അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ? എങ്ങനെയാണോ പ്രവാചകൻ അള്ളാഹു താല സൗഭാഗ്യം നൽകിയത് ആ മാർഗം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്കും ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന ആ സൗഭാഗ്യം ലഭിക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സഹോദരന്മാരെ,